പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകമായ ശബ്ദത്താൽ മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്ന ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനും ദൈവമിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോട് ദൈവമാരുടെ അകപ്പെടും കൂടെ വാനമയങ്ങുന്നതിന് പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മനുഷ്യഭക്ഷണമായി കിടക്കുന്നത് നോക്കുകയും ദുഃഖിതരംഗ നീതിമാവനം വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനമായ ദിവസത്തിൽ നിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടതായി ലോകാരംഭത്തിൽ തന്നെ സത്യമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ അമ്മച്ചിയെ നീ സാക്ഷീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹത്തിന്റെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിട്ടവനാവുന്ന നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ നിർമ്മലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ നിർമ്മലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. അങ്ങയുടെ നിർമ്മലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ നിർമ്മലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധമാരുടെ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും വന്ന സമയത്ത് തമ്പുരാന്റെ അപേക്ഷിക്കണമേ. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും വന്ന സമയത്ത് തമ്പുരാന്റെ അപേക്ഷിക്കണമേ. എപ്പോഴും നീക്കുവാമേ. സഹായം
പരിശുദ്ധന്മാരുടെ രാജ്ഞി പരിശുദ്ധ പരമാധികാരണത്തിന് യൂതന്മാർ നമ്മുടെ ദരിദ്ര സ്ത്രീയുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിലൂടെ സ്ത്രീയുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്ന സ്ത്രീയുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന അങ്ങയുടെ ഫലമായി ഈശോ തിരുനാമത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നോട് നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നോ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയ എന്റെ ദാസിയെ ആശ്വസിപ്പിക്കണം. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനായി നയിക്കുന്നവരുത്തണമേ. നല്ല വരുത്തുവലം ഭാഗേ ആകാശവും ഭൂമിയും നിരതാകുന്നു. ആകാശവും ഈ ഭൂതലവും പാവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവർ ഭയം നൽകണമേ. മൃതനാമിൽ കനിയേനും ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർത്തേണം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നയിക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും ചുറ്റിയർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഉന്നത മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടണം വരമരുളേണം. വിധി അന്ത്യമിടാത്തോരവികലമോദം തുകരാൻ മൃതരെ മഹിമാവഴുകും മണമറയുങ്കിൽ ചേർക്കണമീശോ. സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവിനെ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്ന ഞങ്ങളുടെ ജീവിതത്തെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനും ദൈവവുമായ സഹായികളായ മനുഷ്യന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും കടന്നു.
മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ വേണ്ടിയാണ് നാം ഈ മധ്യാഹ്നത്തിലൂടെ ആയിരിക്കുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും സാധിക്കുന്നൊരു പ്രായം ചെന്നവരൊക്കെ അവിടെ ഇരുന്ന് കുഴപ്പമില്ല. ബാക്കിയുള്ളവരൊക്കെ എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് മഴയൊന്ന് തോർന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ തിരുക്കർമ്മങ്ങൾ ഭവനത്തിലെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കാം. പ്രിയപ്പെട്ട ഈ അമ്മച്ചിയുടെ മക്കൾ 2 വൈദിക സഹോദരങ്ങളുണ്ട്. ഈ തിരുക്കർമ്മങ്ങൾക്ക് അവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. സഹകാർമ്മികരായി മറ്റ് വൈദിക സഹോദരങ്ങളുണ്ട്. എല്ലാ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെയും ഹൃദയപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ബന്ധുമിത്രാദികളും സ്നേഹിതരും നാട്ടുകാരുമായ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഏതാണ്ട് അധികം സമയത്താളായില്ല ഈ അമ്മച്ചി രോഗബാധിതയായിട്ട്. എങ്കിലും തൻ്റെ ജീവിതകാലത്തുടനീളം വളരെ വിശുദ്ധമായ ചൈതന്യം നിറഞ്ഞ ജീവിതം നയിച്ച ഒരു വ്യക്തി. നാട്ടുകാർക്കും അയൽക്കാർക്കും കുടുംബ അംഗങ്ങൾക്കുമൊക്കെ ആ കാര്യത്തിൽ ഒരു രണ്ടഭിപ്രായം. അത്രയും വിശ്വാസത്തോടും സഭയോടും കുടുംബത്തോടും ആഭിമുഖ്യം പുലർത്തി തൻ്റെ ജീവിതത്തിൻ്റെ ഓട്ടം ഏറ്റവും മനോഹരമായി ക്രമീകരിച്ച അമ്മച്ചി വാർദ്ധക്യത്തിൻ്റെ സായാഹ്നത്തിൽ രോഗബാധിതയായി. എങ്കിലും വാർദ്ധക്യ സഹജമായ അസുഖം എന്ന് നമുക്ക് കണക്കാക്കാം. 88 വയസ്സുണ്ട്. പ്രിയപ്പെട്ട ചാച്ചനായി ഈ സമയം ഞാൻ വർക്ക് ചെയ്യാണ്. ഒരു കുറച്ച് നാൾ വെമ്പുവായി നമ്മുടെ പയ്യാവൂരടുത്ത് വെമ്പുവയിലായിരുന്നു താമസം. എങ്കിലും നീണ്ട നാൾ ഈ നാട്ടിൽ സുപരിചിതരായിരുന്നു. എന്തും ദേവാലയത്തിൽ വിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഒരു കുടുംബം. ടോമിച്ചേട്ടനായാലും മറ്റെല്ലാ മക്കളായാലും അച്ഛന്മാരായാലും എല്ലാം ഇവിടെ ഇടവയോടും സഭയോടും വിശ്വാസത്തോടും അയൽക്കാരോടും ഒക്കെ നല്ല ഹൃദയബന്ധം പുലർത്തിയ നല്ല കുടുംബം. ഇതെല്ലാം ഇവർക്ക് കിട്ടിയത് ഈ അമ്മച്ചി നൽകിയ പ്രചോദനം. കുടിയേറ്റത്തിൻ്റെ ആരംഭകാലം മുതൽ ഒത്തിരി കഷ്ടതകളും ഗതകളും ഒക്കെ ഏറ്റെടുത്ത് ഈ മലബാറിൻ്റെ മലയുടെ ഒത്തിരി പദാർത്ഥങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ അതിജീവിച്ച് ഈ മക്കളെ ഒക്കെ 11 മക്കൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ മക്കളെ എല്ലാവരെയും 6 മക്കളാണുള്ളത്. ഞാൻ രാവിലെ ഒരു 11 മക്കളുടെ കണക്ക് വിട്ടു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോയത്. സോറി. അപ്പോൾ ഈ 6 മക്കളും ഏറ്റവും നല്ല നിലയിൽ ഈ അമ്മച്ചിയുടെ ജീവിത പ്രചോദനത്താൽ വിശ്വാസപ്രശ്നയെ വളർന്നത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ജീവിതകാലത്ത് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കർത്താവേ നിന്റെ രക്തത്താൽ കഴുകി വിശദീകരിക്കണമേ. നിന്റെ നിത്യാശ്വാസങ്ങളിലേക്ക് ഈ അമ്മച്ചയെ ചേർക്കണമേ എന്നുള്ള പ്രാർത്ഥന ഈ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് ഉണ്ടായിരിക്കട്ടെ. ഇടവാസമൂഹത്തിൻ്റെ മുഴുവൻ അനുശോചനം പ്രിയപ്പെട്ട ചാച്ചനെയും കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും അറിയിക്കുന്നു. നമുക്ക് ശുശ്രൂഷകൾ ആരംഭിക്കുന്നു. ഞങ്ങളുടെ പാപമാത്രായി കണ്ണീരിനെ ആശ്രയിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കണമേ. പിതാവിനെയും പുത്രനെയും പരിഷ്കാരനും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, ഞങ്ങളുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമാത്രമായി തന്നെ തിരികെ ആശ്രയിക്കണമേ. പിതാവിനെയും പുത്രനെയും പരിഷ്കാരനും നാമത്തിൽ
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യന് സമാധാനം പ്രത്യാശ എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാര്യത്തെയും മൈനും ഏകദേശത്തിന്റെ സ്ഥിരമാക്കിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ആകാശങ്ങളുടെ രാജാവും ജീവന്റെ മനസ്സിന് നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യവേർപ്പിക്കുന്നവരെ തിരുനാമസ്തുതേ. മനുഷ്യജീവിതം പുത്തൊടിക്ക് തുല്യമാകുന്നു, വയലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ പാടി പോവുകയും ചെയ്യുന്നു, അതിന് തിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരിൽ നിന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുസ്തുതി, ആദ്യം മുതൽ എന്നേക്കുവാൻ. മനുഷ്യരെ വെളിപ്പെടുത്തുന്നതിനുമാകുന്നു, മനുഷ്യവേർപ്പിക്കുന്നവരെ തിരുനാമസ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കാൻ പോവുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങളുടെ പെരുന്നാളാകുന്നു, മനുഷ്യവേർപ്പിക്കുന്നവരെ തിരുനാമസ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതമാകുന്നു, എന്റെ ജീവിതം നിന്റെ മുന്നിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിശ്ചയം കൂടുന്നു, അതാർക്ക് വേണ്ടിയെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം, എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ രക്ഷിക്കണമേ. എന്റെ ദിവസങ്ങളെ പെരുമതങ്ങളാകണം, മനുഷ്യവേർപ്പിക്കുന്നവരെ തിരുനാമസ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയായുദ്ധ ചെയ്ത കർത്താവേ, ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിനും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൽ നാഥനാവും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസതയാത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോട് ചിരകാലം ആനന്ദത്തോടനവരമെന്നരുളേണം. കർത്താവിനും സുദീർഘനുമാകുന്നു, ആദിപിതാവാമാകത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ, ലോകം വ്യക്തം സകലേശ ഞങ്ങൾ നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസരാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേറും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യന മർത്യത പുണരുന്നു, ക്ഷയമുള്ളോരക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുസ്തുതി. നൃപനാം കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമാമേൻ. മഹിമയും
വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടനെ നിർത്തണമേ. നല്ലവരത്തുവലം വാകെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരനെ എന്റെ സഹോദരനെ മനുഷ്യനെ കുറിച്ച് പ്രത്യാശയില്ലാതെ പലരും ദുഃഖിക്കരുത് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മനുഷ്യനെഴുന്നേറ്റ് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മനുഷ്യരെയും അവനോട് ഉയർത്തുകയും നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മനുഷ്യരോട് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവ് വാക്കുകളെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാരായവരുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവട്ടാസത്തോടും എഴുന്നേറ്റ് വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ ഉയർപ്പിനായി അവരോട് വേഗം നൽകപ്പെടും. കർത്താവിനെ ആയിരിക്കുകയും ചെയ്യും. ആകെയാൽ ഈ വാക്കുകളാൽ ഞങ്ങൾ പരസ്പരം ആശ്വസിക്കുകയും നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതിക്കുകയും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവൻ വിശ്വസിക്കുകയും ചെയ്തവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിക്കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെ ജീവന്റെ ഉറവിടമായിട്ടിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധി കർത്താവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിനെ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവരുടെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിലും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിലുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. സ്നേഹമുള്ള അയൽവക്കക്കാരെ, ഇന്ന് പ്രത്യേകമായിട്ട് വിലമിച്ച് സ്വർഗയാത്ര ആരംഭിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഈ ലോകം വിലമിച്ച് നമ്മുടെ എല്ലാം പിരിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ മാനുഷികമായ തലത്തിൽ ദുഃഖമുണ്ട്. പക്ഷെ അതേസമയം നമുക്കെല്ലാവർക്കും സന്തോഷിക്കാവുന്ന ഒരു ദിവസമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് ഒരാത്മാവ് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു എന്ന ഒരു വിശ്വാസം, അതൊരു ഉറച്ച ബോധ്യമാണ്. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നല്ല ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ കാത്തു സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപതി നീതിയുടെ കിരീടം അണിയിക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. വിലമിച്ച് തീർച്ചയായിട്ടും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിയുടെ കിരീടത്തിനായിട്ട് അർഹയാണ്. അത് ജീവിതം കൊണ്ട് എല്ലാവർക്കും കാട്ടിക്കൊടുത്ത ഒരു സത്യമാണ്. ഒരു കുടുംബിനി എന്ന നിലയിലും ഒരു അമ്മ എന്ന നിലയിലും നല്ല ഒരു വിശ്വാസി എന്ന നിലയിലും മറ്റുള്ളവർക്ക് മാതൃകാപരമായ ജീവിതം നയിച്ച് ആത്മീയമായിട്ടുള്ള പ്രചോദനങ്ങൾ ഒത്തിരി ആൾക്കാർക്ക് നൽകിയ ശേഷമാണ് ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്നത്. അച്ചാച്ചനെ സംബന്ധിച്ചിടത്തോളം വിവാഹ ജീവിതം കഴിഞ്ഞ് അന്ന് മുതൽ ഇന്ന് വരെ കൂടെ ശക്തിയായി തുണയായി ഒരു ജീവിത പങ്കാളി എന്ന നിലയിലും നല്ല ഒരു സുഹൃത്ത് നിലയിലും കാലത്തും കൂടിയുണ്ടായിരുന്നു. മധ്യകേരളത്തിൽ നിന്ന് ഈ മലബാറിലേക്ക് കടന്നു വന്ന അവസരം മുതൽ ഒത്തിരി സ്ഥലങ്ങളിലൂടെ മാറി മാറി യാത്ര ചെയ്താണ് എൻ്റെ ജീവിതം പൂർത്തിയാക്കിയത്. പേരാവൂരുണ്ടായിരുന്നു, വയനാട്ടിലുണ്ടായിരുന്നു, ശ്രീകണ്ഠപുരത്തുണ്ടായിരുന്നു, ഇവിടെ പെരുമ്പലയിൽ വന്നു, വീണ്ടും തിരിച്ച് പയ്യാവൂരിലേക്ക് പല സ്ഥലങ്ങളിൽ മാറി മാറി താമസിക്കേണ്ടി വന്നു. ജീവിതത്തിൻ്റെ പല സഹനങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്.
പക്ഷെ അവിടെയൊക്കെ ദൈവവിശ്വാസത്തിൽ എന്നും അടിയുറച്ചു നിന്നു. തമ്പുരാനറിയാതെ ഒന്നും സംഭവിക്കുകയില്ല, കർത്താവിൻ്റെ പദ്ധതികൾ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും എന്നൊരു വിശ്വാസം ഈ കുടുംബത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവദാനമായി നൽകിയ 6 മക്കളെ എല്ലാ മേഖലയിലും നന്നായിട്ട് വളർത്തുവാനായിട്ട് സാധിച്ചു. ഒരാളെ എഞ്ചിനീയർ മേഖലയിലെ, 2 പേരെ അധ്യാപനത്തിലേക്ക്, 2 പേരെ കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക്, ഒരാളെ ആതുരസേവനത്തിലേക്ക്. എല്ലാവർക്കും സാധ്യമായ രീതിയിൽ നല്ല വിദ്യാഭ്യാസം നൽകി അവരെല്ലാവരും ജീവിതത്തിൽ നല്ല മേഖലകളിൽ എത്തിച്ചേരുന്നു. വിവാഹത്തിലൂടെ 4 പേരെ നല്ല കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി 2 പേരെ സഭയുടെ മേഖലയിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ ചെയ്യാവുന്ന ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്തിട്ടാണ് ഒരുമിച്ച് ഇവിടുന്ന് കടന്നു പോകുന്നത്. കോടമടൽ കുടുംബത്തിന്റെ ദൈവമായിരുന്നു ഈ അണഞ്ഞു പോകുന്ന വ്യക്തി. കാരണം കുഞ്ഞുനാൾ മുതൽ എനിക്കടുത്തറിയാം, പ്രാർത്ഥനയില്, ദേവാലയത്തിൽ പോകുന്ന കാര്യത്തില്, കുടുംബത്തിന്റെ പ്രാർത്ഥന ചെയ്യുന്ന കാര്യത്തില്, അയൽവക്കക്കാരുമായിട്ട് നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന കാര്യത്തിൽ, എല്ലാത്തിലും കാര്യമായിട്ടുള്ള മികവ് പുലർത്തി സാധ്യമായ രീതിയിലെല്ലാം ആൾക്കാരോട് നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചിട്ടാണ് ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത്. നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. ഓരോ വ്യക്തിയും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. നമ്മൾ ഇന്ന് ഈ മൃതസംസ്കാരത്തിൽ പങ്കെടുക്കുമ്പോൾ ഓർക്കുക, ഒരു ദിവസം നമ്മളെല്ലാവരും ഇതുപോലെ കിടക്കേണ്ടി വരും. നമ്മുടെ ചുറ്റും ആൾക്കാർ പോലും നമുക്ക് വേണ്ടിയും സന്ദേശങ്ങൾ പറയും, നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. പക്ഷേ നിത്യതയെ ലക്ഷ്യം വെച്ച് ജീവിക്കുക എന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിത്യത മറന്ന് ജീവിക്കുമ്പോഴേ അവസാന കാലഘട്ടങ്ങൾ ഭയത്തിലൂടെ കടന്നു പോകുന്നു. നിത്യതയെ സ്വപ്നം കണ്ടും ലക്ഷ്യം കണ്ട് ജീവിക്കുന്നവര് ദൈവമായിട്ടുള്ള നല്ലൊരു ബന്ധമുണ്ടായിരിക്കും. ആത്മീയ മൂല്യങ്ങളെ മുറുകെ പിടിച്ചായിരിക്കും അവർ ജീവിക്കുക. മാനുഷികമായുള്ള മൂല്യങ്ങൾക്ക് 1-ാം സ്ഥാനം നൽകിയിട്ടായിരിക്കും അവർ കടന്നു പോവുക. ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും ജീവിത മാതൃക നൽകിയപ്പോൾ ആത്മാർത്ഥമായിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഈ ആത്മാവിനെ ജീവിതത്തിൽ ചെയ്തു പോയ കുറ്റങ്ങൾ, കുറവുകൾ എല്ലാം നല്ല തമ്പുരാൻ പരിഹരിച്ച് അവിടുത്തെ രക്തത്താൽ കഴുകി കരുണയാൽ നിറച്ച് സ്വർഗഭാഗ്യത്തിന് ഇന്ന് അർഹയാക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവമായിട്ട് ആഴപ്പെട്ട ബന്ധങ്ങൾ അടിയുറച്ചെടുത്ത് മുന്നോട്ട് പോകാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഈ ദിവസം പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദുഃഖാർത്തരായ ഇവരുടെ വേദനയുടെ കർത്താവ് ഇന്ന് സാമീപ്യമായി, സാന്നിധ്യമായി പങ്കാളിയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ആമേൻ. സഹോദരന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവനോട് കരുണ തോന്നണമേ. ഗാവുത്താന്റെ അമൂല്യമരിച്ചും രക്തം ചിന്തി രക്ഷിച്ച ആത്മാവിന്റെ അപരാധങ്ങളുടെ കടകൾ ക്ഷമിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാന വഴി മനുഷ്യവർഗത്തിന്റെ പ്രദേശവും ശരണം പ്രദാനം ചെയ്ത നിശ്ചയമായി വിധി ദിവസത്തിന്റെ മാറ്റത്തിന്റെ പ്രമേയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വകാര്യത്തിന് അവകാശമാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നാസന നടന്ന സ്വയം കണ്ണുനീർച്ചിന്റെ വിശുദ്ധായി കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പുറക്കുന്നവനുമായ വിശുദ്ധായി നിരദാസിയുടെ പാപങ്ങൾ പുറക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെ ശാസിക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവായ വിശ്വസിക്കുന്നു. ഈ പുത്രൻ ിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മെച്ചകടയിൽ 3 നാൾ ഉയർത്ത് പുരത്തിലേക്ക് സുരക്ഷത്തിലെ പിതാവായ അദ്ദേഹത്തിന്റെ വന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ പിടിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ നൽകിയ ശ്രദ്ധയിലും ഞാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉറപ്പിലും നിത്യമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ
അനുഗ്രഹിക്കുകയും നിന്റെ ദയായി ഞങ്ങളുടെ പാപങ്ങൾ മാഴ്ചകളെയും ദൈവത്തെ നിന്റെ മഹിമമായ ദുഃഖത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിനും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദീർഘനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ലജ്ജനീയായ സോദരിമാര ഭർത്താമറിയം ചുടുകണ്ണീരും വീട്ടിലിരുന്നു. അന്നൊരു ദിവസം ലജ്ജനീയായ സോദരിമാരാ ഭർത്താമറിയം ചുടുകണ്ണീരും വീട്ടിലിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവീർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം വ്യസനിയായി സോദരിമാരാ ഭർത്താമറിയം ചുടുകണ്ണീരും വീട്ടിലിരുന്നു. ജീവനും ഉയരും ഞാനാകുന്നു കരയരുദേവം കരുണയുടനീകമാർമകിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം വ്യസനിയായി സോദരിമാരാ ഭർത്താമറിയം ചുടുകണ്ണീരും വീട്ടിലിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ഞാൻ യാചകനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി നീ എണീക്കുമാറാകട്ടെ. വിശ്വസ്തരായ വാഗ്ദാനത്തിന്റെ ദൈവം നിന്നെ പ്രവേശിക്കുമാറാകട്ടെ. കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം മരരുളിടാ കഴിവില്ലാത്തോരൻവാർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൽ അണയട്ടെ ഞാനന്തിമയാത്ര. എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്രയിതാ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം പോകും നേരം സ്നേഹാദ്രതയാൽ പ്രിയജനമേ അനുദിനമലിവോടോർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു, ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമീയനാത്തോരുന്നതമോസ്ലേ പ്രാപിപ്പതിനായി. നീയും നിലനിൽക്കുന്നു, പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവും അതിലെ ജഡികാശകളും അക്ഷയരാജ്യം നേടാനുള്ളതും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല, ദുഷ്ടത കുടിവാണൊഴുകി നശിക്കും. ലോകമിതനിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ
നിങ്ങളെനിക്ക് വേണ്ടി
പള്ളിയിൽ നിന്ന് യാത്രയായിട്ട് സെമിത്തേരിയിലേക്ക് വരികയാണ്. മുതൽ നീക്കുവാമൻ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കുമാറാകട്ടെ.
മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുന്നു എന്നരുളി ചെയ്ത സ്ഥാനത്തിൻ്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോ തൻ്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ ത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിനെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുന്നു ഓർത്തുകൊള്ളുക. അന്ത്യവിചാരം അർപ്പിക്കാനുള്ള സമയമാണ്, മഴയാണ്. നിങ്ങളുടെ സാഹചര്യം നോക്കി ഒരു ലൈനായിട്ട് കരുണയുടെ നിർത്തണമേ നല്ലവരത്തോലമാകെ ആകാശവും ഭൂമി നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവലമല്ലോ കർത്താവേ. ജീവിക്കുന്നവന് അഭയം നീ നൽകണമേ വ്രതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവൻ ആനന്ദിക്കും. കർത്താവേ നിൻ ശോണിരവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായി എന്നോട് നാഥാനിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാവങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. ആദിമുതലേക്കുവാമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹാ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ ഉദ്ധാരം നീയേകുന്നു. നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമീൻ ആമീൻ എന്ന് ഘോഷിക്കുവിൻ. സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് പ്രതി കൊടുത്ത് അവളെ വിശ്വസിച്ച കർത്താവേ നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മനത്തിൽ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെ മരണത്തിലെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മിശിഹാ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. മിശിഹാ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം
മത്തയോടും കൂടെ കടശീലുദ്ധാനം നിതരാം കനിവാർന്നരുളട്ടെ കർത്താവഖിലേശൻ. മിശിഹ കർത്താവിൻ ദാസീവിധിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മക്കളമറിയമണിഞ്ഞൊരുവൻ മഹിമഞ്ജുതിയോടെ മൃതിയോ തിന്നിനിയും കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുദ്ധാനം വരുമല്ലോ മരണമുറക്കം താൻ. മിശിഹ കർത്താവിൻ ദാസീവിധിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മക്കളമറിയമണിഞ്ഞൊരുവൻ മഹിമഞ്ജുതിയോടെ കാട്ടരുവേദി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. പരിശീലിപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കാട്ടരുവേദി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു, ഞാൻ എപ്പോൾ എന്റെ ദൈവത്തെ കാണും. രാവും പകലും ഞാൻ കണ്ണീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ ശിവനെ പരിഹസിക്കുന്നു. വിഷാദിച്ചു കലങ്ങുന്നു, നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ ഞാൻ തേടി വിളിക്കുന്നു. പരിശീലിപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവിതമായ ശബ്ദത്താലാസോപകർത്താവേ, ആ ശബ്ദമാന്യമായിട്ട് ദിവസത്തെ എൻ്റെ അമ്മച്ചിയെ വിളിക്കുകയും എൻ്റെ ബലത്തുള്ള നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കൊടുക്കുന്നവൻ കടന്നവനും നീതിമാനായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരിച്ചവരെ കരുണാപൂർവ്വം ജീവിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദാഹരണം പ്രതീക്ഷിച്ച് മരണം പറഞ്ഞവരെ മഹിമയോട് ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേ സംബന്ധിച്ച് ഈ ആളുകൾ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അടുത്ത ബന്ധുക്കൾക്കും മക്കൾക്കും ഇപ്പോൾ അന്ത്യോപചാരം അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും പള്ളിമുറിയിൽ കാപ്പി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പള്ളിമുറിയിൽ നിന്ന് കാപ്പി കുടിച്ചിട്ട് കൊള്ളാവുന്നത് ഓർമ്മപ്പെടുത്തുന്നു. മറ്റുള്ളവർക്ക് എല്ലാവർക്കും വഴിയിൽ ചായയോ മറ്റേ ക്രമീകരണം അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യം നോക്കി എല്ലാവരും അത് കഴിക്കും.
Aku